നമസ്കാരം. പ്രധാന വാർത്തകൾ. ചരിത്ര നേട്ടം. വയനാട്, കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി. സംസ്ഥാനത്ത് 2 മെഡിക്കൽ കോളേജുകൾ കൂടി നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി ലഭ്യമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വയനാട്, കാസർഗോഡ് സർക്കാർ മെഡിക്കൽ കോളേജുകൾക്കാണ് അനുമതി ലഭ്യമായത്. 50 MBBS സീറ്റുകൾക്ക് വീതമാണ് അനുമതി ലഭിച്ചത്. NMC മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അക്കാദമിക് സൗകര്യങ്ങളും ഒരുക്കിയതിലൂടെയാണ് അംഗീകാരം നേടിയെടുത്തത്. ഇതോടെ ഈ സർക്കാരിന്റെ കാലത്ത് 4 മെഡിക്കൽ കോളേജുകൾക്കാണ് അംഗീകാരം നേടാനായത്. എത്രയും വേഗം നടപടിക്രമങ്ങൾ പാലിച്ച് ഈ അധ്യയന വർഷം തന്നെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്ത്രീകളും കുഞ്ഞും മാത്രമുള്ള വീട് ജപ്തി ചെയ്ത മണപ്പുറം ഫിനാൻസ്. 1 വയസ്സ് മാത്രമാണ് കുഞ്ഞിന്റെ പ്രായം. മണപ്പുറം ഫിനാൻസ് ആണ് എറണാകുളം പുത്തൻകുരിശ് മലേക്കുരിശിൽ വീട് ജപ്തി ചെയ്തത്. 2019 5 ലക്ഷം രൂപ വീട്ടുടമയായ സ്വാതി മണപ്പുറം ഫിനാൻസിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. 3.95 ലക്ഷം തിരിച്ചടച്ചു. പിന്നീട് ഗർഭിണിയായ യുവതിക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ വന്നതോടെ തിരിച്ചടവ് മുടങ്ങി. തുക ഒന്നിച്ചടയ്ക്കണമെന്ന് ബാങ്ക് നിലപാടെടുത്തുവെന്ന് സ്വാതി പറയുന്നു. ഒറ്റത്തവണയായി പലിശ ഉൾപ്പെടെ 5 ലക്ഷം അടയ്ക്കണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്നും കുടുംബം പറയുന്നു. ഓണക്കാലം ലക്ഷ്യമിട്ടെത്തി, അതും ഓട്ടോറിക്ഷയിൽ. യുവതി പിടിയിൽ. ഓണക്കാലം ലക്ഷ്യമിട്ട് ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 4 കിലോ കഞ്ചാവുമായി യുവതി പിടിയിൽ. വലിയവേളി സ്വദേശി ബിന്ദുവിനെയാണ് സിറ്റി ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. വേളി ടൂറിസ്റ്റ് വില്ലേജിനടുത്ത് യൂത്ത് ഹോസ്റ്റൽ റോഡിലൂടെ ഓട്ടോയിൽ പോവുകയായിരുന്ന ബിന്ദുവിനെ പിന്തുടർന്ന ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് ബാഗിൽ സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. ആലപ്പുഴയിൽ കടലിൽ പൊന്തുവള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളിയെ കാണാതായതായി പരാതി. ഇന്ന് രാവിലെ 6 ആലപ്പുഴ ബീച്ചിൽ കാറ്റാടി ഭാഗത്ത് നിന്ന് പൊന്തുവള്ളത്തിൽ പോയ തിരുവമ്പാടി വാടക്കൽ സേവറിന്റെ മകൻ ജോൺ ബോസ്കോയെ ആണ് കാണാതായത്. കരയിൽ നിന്നും 1 കിലോമീറ്ററോളം ദൂരത്ത് പൊന്തുവള്ളത്തിൽ ജോൺ ബോസ്കോ വലയിടുന്നതായി സമീപത്ത് മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾ കണ്ടിരുന്നു. വള്ളം ഒഴുകി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തൊഴിലാളികൾ കരയിലുള്ളവരെയും ബന്ധപ്പെട്ടവരെയും വിവരമറിയിച്ചു. തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. CPM MLA യൂത്ത് കോൺഗ്രസിന്റെ ഓണാഘോഷ പരിപാടിയിൽ. കായംകുളം റെസ്റ്റ് ഹൌസിലെത്തിയ പ്രതിഭ MLA എതിർവശത്തുള്ള കോൺഗ്രസ് ഭവനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ഗെയിമുകളിലടക്കം പങ്കെടുത്താണ് പ്രതിഭ മടങ്ങിയത്. ഓണത്തിന് രാഷ്ട്രീയമില്ലെന്നും അതുകൊണ്ടാണ് പങ്കെടുത്തതെന്നും അവർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാവ് അരിത ബാബു അടക്കമുള്ളവർ ആഘോഷത്തിനെത്തി.